സ്പോർട്സ് ലോകത്തെ ഏറ്റവും വലിയ വിനോദമാണല്ലോ ഫുട്ബോൾ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേൾഡ് കപ്പ് ഫുട്ബോളിൽ കളിക്കാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒറ്റവാക്കിൽ ഉത്തരം പറയാം, കൂട്ടമരണം. ഇതാ ഇന്ത്യൻ ഫുട്ബോൾ ടീം നാളെ അജയ്യരായ ബ്രസീലുമായി ഏറ്റുമുട്ടുകയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാമ്പിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ബ്രസീലുമായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീം നാളെ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കളിക്കാർക്കൊക്കെ നാണയദ്രാജ് തൈലിട്ട് പരത്തി കൊടുത്തോ, എനിക്ക് 2 വലിവിനുള്ള ഗുളിക എടുത്തോ. ചേട്ടാ ഇതല്ലേ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാമ്പാണല്ലോ അല്ലേ? ചേട്ടാ ഞാൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നാളെ അജയ്യരായ ബ്രസീലുമായിട്ടാണല്ലോ ഇന്ത്യൻ ടീം ഏറ്റുമുട്ടാൻ പോകുന്നത്. ചേട്ടൻ ആരാണ് സത്യത്തിൽ കളിയുടെ ആരാണ് ചേട്ടൻ? ഞാൻ ആരാന്നോ? എടോ ഞാൻ ക്യാപ്റ്റനോ. ചേട്ടനാണ് ക്യാപ്റ്റൻ. അപ്പൊ ഈ കിടക്കുന്നത് ആരാ ചേട്ടാ? അത് വൈസ് ക്യാപ്റ്റൻ. ബ്രസീലിനായിട്ടാണ് കളി. നിന്റെ തൊള്ളേന്ന് വീണുപോയി, അതിൽ ബോധം കിട്ടുമായത്. അത് ശരി. നീക്കും കളി കഴിഞ്ഞു നോക്കും, ഇല്ല അറിയും, പിന്നെയും ബോധം കിടും. അത് ശരി. ചേട്ടന്റെ പേരെന്താണ്? ചേട്ടന്റെ പേരെന്താണ്? ഞാൻ പെലെ. ചേട്ടനാണ് പെലെ. അപ്പൊ മറ്റേ പെലെ? അതിന്റെ പേര് കോപ്പി അടിച്ചല്ലേ. ഞാനാണ് ശരിക്കുള്ള പെലെ. നേരം വെളുക്കാൻ നേരത്ത് പെണ്ണുങ്ങൾക്ക് ഒരു വിളിയുണ്ട്, പെലെ നീ ചൂട് മിറ്റടിച്ചേരിക്കൂട് അമ്മിമ്മലിച്ച് മുളകരച്ചൂട്. ഓ അമ്മിമ്മലിച്ച് മുളകരക്കണ നേരത്തെ പെണ്ണുങ്ങളൊന്ന് കുത്തിക്കാള്. പെണ്ണുങ്ങൾ കുത്തുവോ? പെണ്ണുങ്ങൾ കുത്തുള്ളൂ, അമ്മായിമ്മ തേമ്പിക്കോളും. എന്താ വിഷയം? റിയാലിറ്റി ഷോ നിങ്ങളെ അല്ല. കളി കഴിഞ്ഞോ? കളി കഴിഞ്ഞിട്ടില്ല, കളി തുടങ്ങാനാവുന്നേ ഉള്ളൂ. ഇതൊരു റിയാലിറ്റി ഷോ ആണ്. നിങ്ങൾ ഈ കിട്ടിയതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ പറ്റുമോ? അതല്ലേ ഞാൻ കിട്ടിയിട്ട് പറയണില്ലേ, കിട്ടിയിട്ട് മിണ്ടാത്ത അത്ര ഉണ്ട് ഈ കൂട്ടത്തില്. ഓക്കെ ചേട്ടാ നാളെ ഒരുപാട് നാളെ നിങ്ങൾ ബ്രസീലുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. ചേട്ടന്റെ മുട്ടുകാലം എവിടെ? മുട്ടുകാല് ഇതാ. അപ്പൊ തൊടേ ഇതാ. ഇതെന്താ ചേട്ടാ ഒരുപാട് കോൺക്രീറ്റിന്റെ ഫില്ലർ വാർത്ത ഒരേമാതിരി നിങ്ങൾ ബ്രസീലിന് കവറുണ്ട് ആൾക്കാരൊക്കെ ടൗസർ എടുത്ത് കണ്ടുടോ, അതവിടെ ടൈറ്റ് ആയിട്ട് കിടക്കും. ഇത് നോക്കി ഗോതമ്പ് പൊടിപ്പിക്കണ മില്ലിൽ സഞ്ചി ആടണം. ഓക്കെ ചേട്ടാ ടൗസർ കത്തിയത് കാര്യം എത്ര കാലമായി കണ്ടിട്ട് നാട്ടിലൊന്നും ഇല്ലേന്ന്. ഓക്കെ ചേട്ടാ, നമ്മുടെ ഈ വിദേശ ടീമുകളൊക്കെ ഭക്ഷണം വളരെ വളരെ വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഭക്ഷണ രീതി എങ്ങനെയാണ്? ഭക്ഷണത്തിന്റെ കാര്യം പറയാതൊക്കെ നല്ലത്. അതെന്താണ്? 2 പൊറാട്ടി ലേസം മുട്ടക്കറി, അതിൽ മുട ഉണ്ടാവില്ല, മുടന്റെ ആ ചോയ മാത്രം. ഒരു പൊറാട്ട ഏറെ ചോദിച്ചാൽ അന്ന് കോച്ച് പട്ടിണിയാണല്ലേ. നമ്മുടെ ഞാൻ 2-3 കാര്യങ്ങളാണ് ചേട്ടനോട് എനിക്ക് അറിയാനുള്ളത്. നമ്മുടെ ഈ വിദേശ ടീമുകൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിയിൽ സാധാരണ ഫൗള് ഉണ്ടാവുമല്ലോ. ഈ ഫൗള് നമ്മുടെ കാലിനൊക്കെ അടി കിട്ടിക്കഴിഞ്ഞാൽ വിദേശ ടീമുകൾ ഒരു സ്പ്രേ അടിക്കും മരവിപ്പിക്കാൻ വേണ്ടി. ഇന്ത്യൻ ടീമിൽ അങ്ങനെയുള്ള എന്താ സംഭവം ഉള്ളത്? ഈ ശരീരം മരവിപ്പിക്കേ മോനെ, ഇതൊക്കെ 10-15 കൊല്ലമായിട്ട് അടികിട്ടി മരവിച്ച് കിടക്കുകയാണ്. സ്പ്രേ വേണ്ട. അത് ശരി, ഭയങ്കര ടെക്നിക്കാ ഞാൻ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ ടീം ഉണ്ടാവില്ല. ഓ ചേട്ടാ അത്രക്ക് നല്ല കളിയാണ്. നല്ല കളിയിച്ചല്ല, അമ്മരത്തെ ഫൗളാ ഞാൻ. ചേട്ടൻ ഏത് പൊസിഷനാണോ? ബാക്ക് സ്റ്റോപ്പർ ആണോ അതോ ഫോർവേഡ് ആണോ അതോ വിങ്ങിലാണോ കളിക്കുന്നത്? ഏത് ഭാഗത്താ? കളി തുടങ്ങുമ്പോ ഞാൻ ബാക്കിലൊക്കെ ആവും, ചിലപ്പോ നടുക്കാണ്ട് കേറും, സൈഡിക്ക് പോവും, ഇടക്ക് ഗോളിയൊക്കെ നിൽക്കും. ഓൾറൗണ്ടർ ആണ്. ഓക്കെ ചേട്ടാ ലീഗിലൊക്കെ കളിക്കാറുണ്ടോ? അയ്യേ പാർട്ടില്ല ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ചതല്ലേ ലീഗിൽ ഷൈൻ ചെയ്തിട്ട്. നീ ഒന്നും പറയണ്ട, അങ്ങനത്തെ പാർട്ടി ഇല്ലേ. ലീഗുകാർ പറഞ്ഞ ഓരപ്പം കളിക്കും, കോൺഗ്രസ് പറഞ്ഞ ഓരപ്പം കളിക്കും, അങ്ങനത്തെ പാർട്ടി. ഓക്കെ ചേട്ടന്റെ ക്വാളിഫിക്കേഷൻ എത്രയാ? അച്ഛനെ അമ്മായി വല്യമ്മ, അങ്ങനെ 3 ആൾക്കാർ. കുടുംബക്കാരല്ലേ ചോദിച്ചത്? വിദ്യാഭ്യാസം? ഡബിൾ എം എ, സെക്കൻഡ് BDC, സെക്കൻഡ് BDC, പ്ലസ് ടു 10 തോറ്റ്. അതെ, 1 മുതൽ 10 വരെ പോയിട്ടുണ്ടോ? നിങ്ങൾ നഴ്സറി കൊണ്ടുപോയി ചേർത്തികൾ തന്നെ. ഓക്കെ ചേട്ടാ ഞാൻ അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അവസാനമായിട്ട് നിങ്ങളിപ്പോ അടുത്ത് കാമറൂണുമായിട്ടൊരു കളി കളിച്ചല്ലോ. 3 കളി കളിച്ച്. ആ 3 കളിയുടെ റിസൾട്ട് എന്തായിരുന്നു? റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കളി പാരീസ് വെച്ചിട്ടുള്ള കളിയെന്ന്. അതെ, കളി കഴിഞ്ഞാ പറയും. കളി കഴിഞ്ഞേ ഉള്ളൂ. കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഒന്നാമത്തെ കളി പാരീസിൽ വെച്ച് അതിൽ ഓലി ജയിച്ചു. രണ്ടാമത്തെ കളി ഇറ്റലിയിൽ വെച്ചായിരുന്നു, നമ്മൾ തോറ്റ്. മൂന്നാമത്തത് ഫ്രാൻസിൽ നമ്മൾ തോറ്റെടുത്ത്. ഓക്കെ ചേട്ടാ, ഈ അടുത്ത് ഒരു സെൽഫ് ഗോൾ അടിച്ച് നിങ്ങൾ ഇന്ത്യയുടെ മാനം നഷ്ടപ്പെടുത്തി എന്നൊരു വാർത്ത പത്രത്തിലൂടെ ഞാൻ വായിച്ചു. സത്യത്തിൽ എന്താണ് സംഭവം? മോനെ, എന്തിന്റെ മാനം ഞാൻ പോക്കിയതല്ല, ഞാൻ എന്റെ മാനം കാത്തതാ. അതെങ്ങനെ? കളിയിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ഒരു ഗോളെങ്കിലും അടിക്കുന്നു. ഞാൻ കോച്ചിന് വാക്ക് കൊടുത്തുന്നു, പോസ്റ്റ് പറഞ്ഞിട്ടില്ലേ എന്ന്. സ്വന്തം പോസ്റ്റ് ആകുമ്പോ തോണ്ടിയിട്ടാ മതിയല്ലോ. അത് ശരിയാണ്.